ഏറ്റവും സ്നേഹമുള്ളവരെ, 2025 ജനുവരി 5-ാം തീയതി ഞായറാഴ്ച സീറോ മലബാർ സഭയിൽ എല്ലാ ദേവാലയങ്ങളിലും വായിക്കുന്ന വചനമാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതാണ്. ഈശോ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കഫർനാമിലുള്ള സിനഗോഗിൽ വെച്ച് ഉത്ബോധിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുകയാണ്, കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്, കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കഫർനാമിലെ തൻ്റെ സിനഗോഗില് യേശു പ്രസംഗിക്കുന്ന വചനമാണ്. ആദ്യത്തെ ഭാഗം നമ്മൾ ഒന്നാമതായി കണ്ടു, കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അവിടെ പറയുകയാണ്, ബന്ധിതർക്ക് മോചനം. ആരാണ് ബന്ധിതര്? യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഇസ്രായേൽ ജനത മുഴുവനും ബന്ധിതരാണ്. റോമ അടിമത്തത്തിൽ കഴിയുന്നവരാണ്. ഇങ്ങനെ അടിമത്തത്തിൽ കഴിയുന്ന ജനതയുടെ മുമ്പിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ് ആ സിനഗോഗിൽ പല റബിമാരും വചനം പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ യേശു മാത്രമാണ് ഇതുപോലെ പ്രഖ്യാപിച്ചത്. വാട്ട് ഈസ് ഹീസ് ഗോയിങ് ടു ബി ഡു? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതാണ്. എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നുള്ള ശക്തി ലഭിച്ചത്? ആത്മാവ് തന്നെ ഒരുക്കി. ആത്മാവ് ഒരുക്കിയ ഈ മനുഷ്യൻ എന്തു ചെയ്തു? യേശു എന്തു ചെയ്തു? ദൈവപുത്രൻ എന്തു ചെയ്തു? ബന്ധിതര്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ ചിന്തിക്കും? ഇന്ന് മനുഷ്യൻ പലതരത്തിലുള്ള ബന്ധനങ്ങളിലാണ്. ഒരുപക്ഷെ ധനത്തിന്റെ ബന്ധനത്തില്, കടത്തിന്റെ ബന്ധനത്തില്, വിഷമത്തിന്റെ ബന്ധനത്തില്, രോഗത്തിന്റെ ബന്ധനത്തില്, തകർച്ചയുടെ ബന്ധനത്തില്, വിവാഹം നടക്കാത്തതിന്റെ ബന്ധനത്തില്, മക്കളില്ലാത്തതിന്റെ ബന്ധനത്തില് യേശു പറയുകയാണ്, ബന്ധിതർക്ക് മോചനം. നിങ്ങൾ ഏതു തരത്തിലുള്ള ബന്ധനം അനുഭവിക്കുന്നവരാണെങ്കിലും ഞാൻ നിങ്ങളെ മോചിപ്പിക്കാമെന്നാണ് യേശു പറയുന്നത്. ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. യേശു മോചിപ്പിക്കുകയാണ് ചെയ്തത് തന്റെ പരസ്യ ജീവിതം മുഴുവനും. ഈ യേശുവിന്റെ ജനനത്തിന് ശേഷം, ക്രിസ്മസിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഞായറാഴ്ച പള്ളിയിലേക്ക് വരികയാണ്. ഈ വന്നിരിക്കുന്ന അവസരത്തിൽ വായിച്ച് കേൾക്കുകയാണ്, കർത്താവിന്റെ അരൂപി എൻ്റെ മേലുണ്ട്. ഞാൻ വെറുതെയുള്ള ഒരു മനുഷ്യനല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനാണ്. ബന്ധിതര്, ഈ ഏതു തരത്തിലുള്ള ബന്ധനമാണെങ്കിലും ഞാൻ മോചിപ്പിക്കും. ആ ബന്ധനത്തിന്റെ ഒരു അവസ്ഥ കുറച്ചുകൂടി ബോധ്യപ്പെടുത്താനായിട്ടാണ് യേശു പറയുന്നത്, കുരുടർക്ക് കാഴ്ചയും അന്ധർക്ക് കാഴ്ച. നമുക്കറിയാം, യേശുവിന്റെ വചനത്തില് 10 അന്ധരെ അകലെ നിന്നിട്ട് വിളിക്കുക, യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ. യേശു ആ 10 അന്ധന്മാരെയും സുഖപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ 10 കുഷ്ഠരോഗികൾ അകലെ നിന്നിട്ട് വിളിച്ചു, യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ. ബർദീമൂസ് അന്ധനാണ്. അവൻ യേശുവിനെ വിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. യേശു അവന്റെ ആ കരച്ചില് കേട്ടു, അവന്റെ ആ വിളി കേട്ടു. ചങ്കുപൊട്ടിയുള്ള വിളി കർത്താവ് കേൾക്കും. ഞാൻ ഇന്ന് എന്നെ കാണാൻ വന്ന, മൂന്നാറിൽ നിന്ന് വന്ന ഒരു കുടുംബത്തോട് പറഞ്ഞ വാക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മൽ ധ്യാന കേന്ദ്രത്തിൽ അവർ വരുന്നത് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം. ഒരു ഓട്ടോറിക്ഷയുമായിട്ടാണ് വന്നത്. ഇന്ന് എന്നെ കാണാൻ വന്നത് നല്ല ഒന്നാന്തരം ഇന്നോവ. അവർക്ക് 2 മക്കളുണ്ട്. ആ മക്കളെല്ലാം നല്ല നിലയിൽ പഠിച്ചെത്തി. അന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു വചനമുണ്ട്, സങ്കീർത്തനം 46-1. ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയും, കഷ്ടതകളെ സുനിശ്ചിതമായ തുണയുമാണ്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹ ഈ ജനത്തോട് പറയുകയാണ്,
ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. എന്നെ കാണാൻ വന്ന ആ മൂന്നാറിൽ നിന്ന് വന്നവരോട് പറഞ്ഞ വചനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇരുതല വാളായ ആ വചനം അവരത് മുഴുവനും സാംശീകരിച്ചു. ആ അമ്മച്ചി, ആ സഹോദരി എന്നോട് പറയുകയാ, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും 121 സങ്കീർത്തനം രാവിലെയും വൈകിട്ടും ചെല്ലും. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എവിടെ നിന്ന് എനിക്ക് സഹായം? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ. നിന്റെ കാലിടറുവാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. നിനക്ക് തണലേക്കാൻ അവിടെ നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുക. ആ വചനം മുഴുവനും ഞങ്ങൾ ഇന്ന് 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യം നൽകുന്ന ഈശോ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പത്രോസും യോഹന്നാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാ. ഈ പോകുന്ന അവസരത്തില് പത്രോസ് പറയുകയാ, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുക. ഞങ്ങൾ യേശുവിനെ കണ്ടവരാണ്, യേശുവിന്റെ ഉദ്ധാനം കണ്ടവരാണ്. വല്ലതും കിട്ടുമെന്ന് കരുതി ആ മുടന്തൻ, ജന്മനാ മുടന്തൻ, അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തില് നീ സൗഖ്യപ്പെടട്ടെ. ആ മൂന്നാറിലെ ആളുകൾ പോയി കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാനായിട്ട് ഒരു അമ്മയും മോളും കൂടി വന്നു. 2 വർഷം മുമ്പ് അവരെന്നെ കാണാൻ വരുന്നത്, ദേവി ചെയ്ത് ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാൻ ചെറിയൊരാളാണ്. ബ്രസ്റ്റ് എടുത്തു കളയണമെന്ന് പറഞ്ഞ് ക്യാൻസറുമായിട്ട് വന്നതാ, എറണാകുളത്തെ ഒരു വലിയ ആശുപത്രിയിൽ. പ്രിയമുള്ളവരെ, അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും, അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17:14. മോളെ, നീ ആവർത്തിച്ച് ചെല്ല്. അവളെ ഉത്ബോധിപ്പിച്ചു വിട്ടു. ഇന്ന് നന്ദിയോടെ കടന്നു വന്നിരിക്കുകയാ. അച്ഛാ, ദൈവം എത്രയോ കാരുണ്യവാനായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. ആ കാരുണ്യം ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. അച്ഛൻ പ്രാർത്ഥിക്കണം. കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും. അന്ന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഉണ്ടായിരിക്കും, പക്ഷെ ഇന്ന് ക്യാൻസർ വ്യാപിക്കുന്ന ദിവസങ്ങളാണ്. കോവിഡ് വന്ന് ധാരാളം പേര് മരിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ അരുവി ഉണ്ടാകുമ്പോൾ ബന്ധിതർക്ക് മോചനവും കുരുടർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരം. പുതിയൊരു യുഗത്തിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക്, 2025 നമ്മൾ കയറിയിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ വചനപ്രഘോഷണത്തെ, ഞായറാഴ്ചയുള്ള വചനപ്രഘോഷണത്തിന്റെ 2ാമത്തെ ഭാഗമാണ് ബന്ധിതർക്കുള്ള മോചനം. 3ാമത് ഉടനെ തന്നെ നമ്മൾ പറയും, സിനഗോഗിൽ അവർ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങയുടെ പരസ്യ ജീവിതത്തിൽ അങ്ങ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ആ വചനം ഞങ്ങളിൽ നിവൃത്തിയാകട്ടെ. അങ്ങയുടെ തിരുമുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി, കണ്ണുകൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നു. ഈ വചനം കേൾക്കുന്ന ബന്ധിതർക്ക് മോചനം കൊടുക്കണമേ. രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, അസ്വസ്ഥതകളുടെ ബന്ധനത്തിൽ നിന്ന്, മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് മോചനം കൊടുക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കായി യാചിക്കുന്നു. ഈ വർഷം പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്ന, ഈ 2025 വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.